നമ്മുടെ കോംറേഡ്സിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ഉഷാറൊന്നുമില്ലെന്നേ. പാർട്ടിയുടെ അടിത്തറ വോട്ടുകൾ വരെ നഷ്ടമായിട്ടിരിക്കുമ്പോ എങ്ങനെ ഉഷാറാവാനല്ലേ? ആ നഷ്ടപ്പെട്ട വോട്ടൊക്കെ എങ്ങോട്ടേക്കാ പോയത്? BJP-ലേക്ക്. ഓ, ഇതിനും വലിയ ഗതികേട് വേറെ വരാനുണ്ടോ ഭാഗത്ത് നിങ്ങക്ക്? സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി അടിത്തറ വോട്ടുകൾ ഒലിച്ചു പോയെന്ന് CPM സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഉണ്ടായത് വെറും ഒരു തോൽവിയല്ല, പാർട്ടിയുടെ അടിത്തറ വോട്ടുകൾ കുത്തിയൊലിച്ചു പോയി എന്നാണ് CPM-ന്റെ അവലോകന റിപ്പോർട്ടിലുള്ളത്. രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുന്നു വിചാരിച്ചു പാവങ്ങള്. അതുകൊണ്ടല്ലേ തനി സ്വഭാവം പുറത്തെടുത്തത്? അല്ല, ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും മറച്ചു വെക്കാണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? പാർട്ടി ഉറപ്പിച്ചിരുന്ന വോട്ടുകൾ പോലും കയ്യിൽ നിന്ന് പോയില്ലേ? പരാജയമുണ്ടാവും, അത് വിജയം ഉണ്ടാവും. പരാജയത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് വിജയം. വിജയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും. 8 നിലയിൽ പൊട്ടിയാലും പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ നഷ്ടപ്പെട്ടാലും കോൺഫിഡൻസിന് മാത്രം ഒരു കുറവില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുത്താൽ മതിയെന്നേ. മാത്രല്ല, ഇങ്ങനെ ശോകമുഖമായിട്ട് പാർട്ടി തോൽക്കണത് ഇത് ആദ്യമല്ലല്ലോ. എന്നാലും BJP-യുടെ ആ ഒരു വളർച്ച നിങ്ങളൊക്കെ എങ്ങനെ കണ്ടു നിൽക്കും? പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ. ഓ, തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ പാവങ്ങൾക്ക് ഒരു പേടി സ്വപ്നാണ്. 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 74,000 വോട്ടിനാണ് ജയിച്ചത്. ആരാ വോട്ടായിരുന്നു? ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. 6,000-ലധികം വോട്ട് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDF-ന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കൂട്ടിയാൽ മതി ഇനി ബാക്കി. ശരി, അപ്പൊ തൃശ്ശൂർ വിട്. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രിമണ്ഡലങ്ങളിൽ വരെ BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴോ എന്നൊരു കാര്യം ചെയ്യും, അതും വിട്. BJPക്ക് സ്വാധീനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ഒഴുകി സംഘപരിവാറിലെത്തിയിട്ടുണ്ട്. അപ്പോഴോ BJP-യുടെ മുന്നേറ്റം അവരുടെ കഴിവായിട്ട് കണക്ക് കൂട്ടാം. പാർട്ടി വോട്ട് BJP-ലേക്ക് പോയതപ്പോ എന്തായിട്ട് കണക്ക് കൂട്ടണം? മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. മൊത്തത്തിൽ പരാജയമാണെന്ന് സമ്മതിച്ചത് തന്നെ ഭാഗ്യം. പരാജയത്തിനെ കുറിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് നമ്മുടെ കോംറേഡ്സിന് മനസ്സിലായത്. കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോണ പോലെയാണ് പാർട്ടി വോട്ടുകൾ മുഴുവനും ചോർന്നത്. അല്ലാണ്ട് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാണ്ടിരുന്ന സ്ഥലങ്ങളിൽ വരെ BJPക്ക് വോട്ട് കൂടില്ലല്ലോ. എല്ലാം നമ്മുടെ സുരേന്ദ്രൻജിയുടെ ഒരു ഐശ്വര്യം തന്നെ, അല്ലാണ്ട് എന്താ പറയാ. അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDF-നാണ് 5%-ലധികം വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ. 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDF-ന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്കൂട്ടി നോക്കുക, ആരതാ കുറഞ്ഞത്? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ തൊട്ട് പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഒരു പ്രശ്നമില്ല, അടിത്തറ നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും എല്ലാരും കൂടി വട്ടട്ടിരുന്ന് ചർച്ചിച്ചപ്പോഴാണ് ആ നഗ്ന സത്യം അവരെല്ലാരും മനസ്സിലാക്കിയത്. അടിത്തറ ഇളകിയെന്ന് മാത്രമല്ല, അടിത്തറയുടെ ഉള്ള ശക്തി മുഴുവനും ചോർന്നുകൊണ്ടിരിക്കല്ലേ. അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തനം ഉണ്ടാവാണ്ടിരുന്നിട്ടും പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് ചോരില്ലല്ലോ. 18 നമുക്ക് നമ്മളെക്കാളും വോട്ട് അവർ കിട്ടിയുണ്ട്. പിന്നെ തോക്കേണ്ട കുറവ് പറഞ്ഞു. അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും. കണ്ടോ, തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ പോലും ഗോവിന്ദ മാഷ് കളിയും ചിരിയായിരുന്നു. എപ്പോഴും തോൽക്കണ പോലൊരു തോൽവിന്നായിരുന്നല്ലോ കണക്ക് കൂട്ടല്. സ്വന്തം കോട്ടയെന്നുള്ള വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന് അന്ന് അറിയണുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ യോഗമൊക്കെ കൂടി എല്ലാരും പല വിലയിരുത്തലും നടത്തിയപ്പോഴാണ് പാർട്ടിയുടെ പുറത്തൊന്നും വോട്ട് കിട്ടിയിട്ടില്ല, അകത്തൊന്നും വോട്ട് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ കളിയും ചിരിയൊന്നുമില്ല, ഒക്കെ എങ്ങോട്ടോ മാഞ്ഞുപോയി. പല പ്രാദേശിക തലങ്ങളിലും BJP പ്രതിനിധികൾ ജനപ്രിയരാവുന്നു. അതോടൊപ്പം CPM പ്രതിനിധികളുടെ ജനപിന്തുണ ഇടിയുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാലൊരു കേഡർ പാർട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഇപ്പം മുഖത്തിന് യാതൊരു തകരാറിപ്പില്ല. മുഖമെല്ലാം വളരെ മിനുക്കിയ മുഖമായിട്ട്.
ഇതൊന്നും പോരാഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് എവിടെ നോക്കിയ വിമർശനം. ഏറെക്കുറെ CPM എല്ലാ ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്താണിത്, ഇരട്ടച്ചങ്കൻ ഇങ്ങനെയൊക്കെ വിമർശിക്കാൻ പാടുണ്ടോ? അതിന്റെ ഇടയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച CPM നേതാവ് കരമന ഹരി പാർട്ടി വിടാൻ പോവാണെന്ന് അടുത്ത വിവരം. പുള്ളി BJPയിലേക്ക് വരണതും കാത്ത് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് BJP നേതൃത്വം. ആദർശ ശുദ്ധിയുള്ളവരെല്ലാവരെയും സ്വാഗതം ചെയ്യും. കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനിയും ഉള്ളത് കൊണ്ടാണല്ലോ ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത്. കുറച്ചുപേരൊക്കെ ഉണ്ട്. എല്ലാവരും അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികളും പ്രവർത്തകരും ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ ഞങ്ങൾ വോട്ട് കൂടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി ബൂത്ത് ലീഡ് ചെയ്തത് BJPയാണ്. തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരുണ്ട്. 2 മന്ത്രിമാരുടെയും ബൂത്ത് ലീഡ് ചെയ്തത് BJPയാണ്. കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡ് ചെയ്തത് BJPയാണ്. മേയറുടെ വാർഡ് ലീഡ് ചെയ്തത് BJPയാണ്. CPM വോട്ട് ചോർച്ചയിലെ SNDP നേതൃത്വത്തെ CPM വിമർശിക്കുന്നുണ്ട്. അവര് കാരണം കുറെ ഈഴവ വോട്ട് സംഘപരിവാറുകാർക്ക് കിട്ടിയെന്നാണ് ഒരു ഭാഗം പറയണത്. നിങ്ങളെന്താണ് ഈ ഈഴവ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് എന്നൊക്കെ പറയണത്? നമ്മുടെ പാർട്ടി തൊഴിലാളി പാർട്ടി അല്ലേ, അവിടെ ജാതിക്ക് മതത്തിന് എന്താ സ്ഥാനം എന്ന് വേറെ വിഭാഗം. അങ്ങനെ CPMനകത്ത് ഇപ്പൊ ആകെ മൊത്തം ഒരു വെടിമ്പുകയാണ്. ഉത്തരത്തിലിരിക്കണത് കിട്ടിയൂല്ല, കക്ഷത്തിലിരിക്കണത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെയായി CPMന്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പിലൊട്ട് ജയിച്ചില്ല, അടിത്തറ വോട്ട് മുഴുവനും BJPയിലേക്ക് ചോർന്നു പോവുകയും ചെയ്തു. അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇനി ആരൊക്കെ തമ്മി തല്ലുമെന്തോ, അല്ല എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവര് കാഴ്ചവെക്കുമോ എന്തോന്ന്. എന്താവുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.